ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ? ഓക്കെ, കുറേ നാളിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. ഞാൻ കുറച്ച് തിരക്കായിപ്പോയി. എന്താ വെച്ചാൽ എനിക്കൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊരു ബിസി ആയതുകൊണ്ട് ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നത്. വീഡിയോ മറ്റൊന്നുമല്ല, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ മൈ ഫസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി വന്നിട്ട് ആര്യ ജി നാഥ് അങ്ങനെയാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായി ഡാർക്ക്നെസ്, ബാഡ് ഓർഡർ, ഇറിറ്റേഷൻ ഓഫ് പ്രൈവറ്റ് പാർട്സ്, അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ആ കുട്ടി പറഞ്ഞതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. ആക്ച്വലി ഞാൻ ഇങ്ങനൊരു കണ്ടൻറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പിന്നെ ആ കുട്ടി പറഞ്ഞതുപോലെ ഓക്കെ എന്നാൽ ചെയ്തേക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ കണ്ടതും കേട്ടതും വായിച്ചറിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. കാര്യം ചിലപ്പം പലർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. മേ ബി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാം. ഇനി അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കാണും, ഇല്ലെങ്കിൽ കാണണ്ട. ഓക്കെ, അങ്ങനെ ഓക്കെ. അപ്പം ആ കുട്ടി ചോദിച്ചിട്ടുണ്ടായി എൻ്റെ അടുത്ത് നമ്മുടെ പ്രൈവറ്റ് പാർട്സിലെ ബാഡ് ഓർഡർ, ഇറിറ്റേഷൻ, ഇച്ച്നെസ് ഇതിനൊക്കെയുള്ള ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുക എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫീമെയിൽസിൻ്റെ പ്രൈവറ്റ് പാർട്ടാണ് വെജൈനൽ ഏരിയ. സോ ഔട്ടർ ലെയറിന് നമ്മൾ യൂഷ്വലി വൾവ എന്നാണ് പറയുക. പുറത്ത് കാണുന്ന ആ ഒരു ഏരിയനെ, ഉള്ളിലുള്ള ഏരിയനാണ് നമ്മൾ വെജൈന എന്ന് പറയുക. പക്ഷേ എനിക്ക് തോന്നിയത് ഇപ്പം കുറേ പേർക്കൊക്കെ അറിയാം. കാര്യം പണ്ട് തൊട്ടൊക്കെ ആണെങ്കിൽ ഈവൻ എനിക്കാണേലും ഞാനൊരു 23rd ഏജൊക്കെ ആയ സമയത്താണ് ഈ പുറത്ത് കാണുന്ന ഈ ഒരു അവയവം, നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രൈവറ്റ് പാർട്ടിനെ, പുറത്ത് കാണുന്ന ഈ പ്രൈവറ്റ് പാർട്ടിനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അത് വെജൈനയാണെന്നാണ്. അങ്ങനെയാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്തുകൊണ്ടിരുന്നതും. ഓക്കെ, അത് വെജൈനയാണെന്ന്. ബട്ട് ദാറ്റ്സ് നോട്ട് വെജൈന, അത് വൾവയാണ്. നമ്മൾ പുറമേ കാണുന്ന നമ്മുടെ ബാഹ്യമായിട്ടുള്ള ആ ഏരിയ ഇല്ലേ, ആ ഏരിയനെ നമ്മൾ വൾവ എന്നാണ് പറയുക. ഉള്ളിലുള്ള ഓർഗനാണ്, നമ്മുടെ സെക്ഷൽ ഓർഗനാണ് വെജൈന എന്ന് പറയുന്നത്. സോ എന്താ പറയുക, അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇങ്ങനൊരു ബാഡ് ഓർഡർ വരാൻ പല റീസൺസ് ഉണ്ട്. അതിന് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒറ്റൊരു റീസൺ മാത്രമല്ല. മെയിനായിട്ട് നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ ഗൂഗിളിലാണെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റീസൺ ഫോർ ബാഡ് ഓർഡർ, ഇറിറ്റേഷൻ ഓർ ഇച്ച്നെസ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു റീസൺ പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. PCOD, PCOS ഇതുപോലുള്ള ഡിസീസുള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഡയഗ്നോസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ഇതുപോലുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അവിടെ ഡാർക്ക്നെസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ യൂഷ്വലി നമ്മൾ പെൺകുട്ടികൾക്ക് നമ്മുടെ പ്രൈവറ്റ് പാർട്ട്, നമ്മുടെ ബോഡിയിൽ കാണുന്ന ഏരിയ, മീൻസ് അതേ കളറായിരിക്കില്ല നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ ഉണ്ടാവുക. ഇപ്പം ഫെയർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ആ ഫെയർ 100% അതേ കളറോടെ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ ഒരിക്കലും ഉണ്ടാവില്ല. എന്തായാലും കളർ ചേഞ്ച് ഉണ്ടാകും. ഒരു മീഡിയം ടു ഡസ്കി ആണെങ്കിലും ഏത് ടൈപ്പ് കളർ എടുക്കാം നിങ്ങളിപ്പോൾ ഏത് നിറത്തിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ പ്രൈവറ്റ് പാർട്ട് എന്താണെങ്കിലും കുറച്ച് അതിനെക്കാട്ട് കളർ കുറവായിരിക്കും. ചിലപ്പോൾ ഡാർക്കർ ആയിരിക്കും, ചിലപ്പം ഇരുനിറായിരിക്കും, ചിലപ്പോൾ ചില ആൾക്കാർക്ക് കുറച്ച് വെളുത്തിട്ട് തന്നെയായിരിക്കും അത് ഉണ്ടാവുക. അത് നോർമലി അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ അവർ നല്ലൊരു ഹൈജീൻ പ്രാക്ടീസ് ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വേരിയസ് റീസൺ ഉണ്ട്. ബട്ട് യൂഷ്വലി നമ്മുടെ പ്രൈവറ്റ് പാർട്ട് ഡാർക്കനായിട്ടാണ് കാണുന്നത്, കുറച്ചൊരു ഇരുണ്ട നിറമായിട്ടാണ് കാണുന്നത്. അത് ഹൈപ്പർ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിട്ടാണ് കാണുന്നത്. നമുക്ക് മെയിനായിട്ട് പിഗ്മെൻറ്റേഷൻ വരുന്നത് നമ്മുടെ ഫേസിലാണെങ്കിൽ ഈ ഏരിയയിൽ, അതായത് നമ്മുടെ മൗത്തിന് മുകളിലുള്ള ഈ ഏരിയയിലായിട്ട് കാണുന്നത് കാണാം. പിന്നെ കഴുത്തിലൊക്കെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കാണാം. പിന്നെ ഇതുപോലെ നമ്മുടെ തൈസിൻ്റെ ഇടയിലായിട്ടുള്ള പ്രൈവറ്റ് ഏരിയാസിൽ നമുക്കിങ്ങനെ ഇതുപോലെ ഡാർക്ക്നെസ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കൊണ്ട് വരുന്ന കാണാം. ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അഥവാ ഡാർക്ക്നെസ് കൂടാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ മെലാനിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ സ്കിൻ ഏരിയ, ഔട്ടർ ഏരിയയിൽ ഡാർക്ക്നെസ് കൂടുന്നത്, ഡാർക്ക്നെസ് ആയിട്ടുള്ള കളറായിട്ട് വരുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ആണ്, നമ്മുടെ ബോഡിയിലുള്ള ഹോർമോണൽ ചേഞ്ചസ്. അത് നമ്മുടെ പ്യൂബർട്ടി ഏരിയയിലായിക്കോട്ടെ, നമ്മൾ സെക്ഷലി ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്താണെങ്കിലും, അതുപോലെ നമ്മൾ
മെനോപോസിൻ്റെ സമയത്ത്, പ്രഗ്നൻസി ടൈമിൽ, ഈ ടൈമിലൊക്കെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പം എന്താ പറയുക, അത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ ഹോർമോൺ ചേഞ്ചസും, ഹോർമോണിൽ ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അഡൾട്ട് സ്റ്റേജിൽ, പിവോട്ടി സ്റ്റേജിൽ, പ്രഗ്നൻസി സ്റ്റേജിൽ, സെക്ഷൽ ഇൻ്റർകോഴ്സ് സ്റ്റേജിൽ, മെനോപോസ് സ്റ്റേജിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരും. സോ ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് നമുക്ക് നമ്മുടെ സ്കിൻ, പ്രൈവറ്റ് പാർട്ടാണെങ്കിലും ശരി, നമ്മുടെ ഹോൾ ബോഡിയിലാണെങ്കിലും ശരി, ചേഞ്ചസ് വരാം. ദെൻ പറയുന്നത് ഹൈജീനിക്. രണ്ടാമത്തെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഹോർമോണൽ ചേഞ്ചസ് ആണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈജീനാണ്, ഗുഡ് ഹൈജീൻ പ്രാക്ടീസ്. സോ നിങ്ങൾക്ക് നല്ലൊരു ഹൈജീൻ പ്രാക്ടീസ് അല്ലെങ്കിൽ ഷുവറായിട്ടും അവിടെ ഒരു ബാഡ് ഓർഡർ വരാം, ഇറിറ്റേഷൻ വരാം, ഇച്ചിനെസ് വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. സോ ഡെയിലി കുളിക്കാത്ത ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കുളിക്കാനായിട്ട് നോക്കുക. അപ്പം സമ്മർ ടൈമിലൊക്കെ ആണെങ്കിലും, ഇപ്പം മഴക്കാലത്ത് എല്ലാ സമയത്തും നിങ്ങൾ കുളിക്കുക, നിങ്ങൾ വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളത് വളരെ ആവശ്യകതയായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ബോഡി നീറ്റ് ആൻഡ് ക്ലീനായിട്ട്, ഹൈജീനായിട്ട് കീപ്പ് ചെയ്യുക എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിപ്പം ഡെയിലി നമ്മൾ ഫേസ് വാഷ് ചെയ്യണില്ലേ, നമ്മളെന്തിനാണ് ഫേസ് വാഷ് ചെയ്യണേ? നമ്മുടെ മുഖത്തുള്ള ഡേർട്ടും ഡസ്റ്റ് അതൊക്കെ പോയിട്ട് നമ്മുടെ സ്കിൻ ഭയങ്കര ക്ലീൻ ആയിട്ട് വെക്കാം, ഫേസ് നല്ല ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർ രാവിലെയും രാത്രിയും ചെയ്യുന്നുണ്ടാവും, ചില ആൾക്കാർ മോർണിംഗ് മാത്രമായിരിക്കും ചെയ്യുക, ചില ആൾക്കാർ നൈറ്റ് ആയിരിക്കും ചെയ്യുക. നമ്മൾ ഫേസ് വാഷ് ഇട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് എല്ലാം അടിപൊളിയാക്കി സെറ്റാക്കി വെക്കും. പക്ഷേ പ്രൈവറ്റ് പാർട്ടിൻ്റെ കാര്യം ആരെങ്കിലും ശ്രദ്ധിക്കുക ഇല്ല. അപ്പോൾ നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ഫേസിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം തന്നെ നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിന് നമ്മൾ കൊടുക്കണം. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. സോ അത് നിങ്ങൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ വൺസ് നിങ്ങൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും വെള്ളമാവുമല്ലോ. അപ്പോൾ വെള്ളമായി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പാൻറ്റീസ് വലിച്ച് കയറ്റിയിടാണ്ട് വെള്ളമൊക്കെ ഡ്രൈ ചെയ്ത് വെറ്റായിട്ടുള്ളതാണെങ്കിൽ വെറ്റായിട്ടുള്ള ഏരിയ നിങ്ങൾ നന്നായിട്ട് ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോറി, നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പുറത്തുനിന്ന് പ്രാവുകളൊക്കെ എന്തൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയാസ് എന്തെങ്കിലും പ്രൈവറ്റ് ഏരിയാസ് എന്തെങ്കിലും വിധത്തിലുള്ള പ്രൈവറ്റ് ഏരിയാസിൽ വെള്ളം ഉണ്ടെങ്കിൽ, മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് നീറ്റാക്കിയിട്ട് ഡ്രൈ ആക്കി വെക്കുക. ഓക്കെ, ഡ്രൈ ആക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ എന്തായാലും വരും. അത് നിങ്ങൾ ഒരു ദിവസം ഇപ്പം 2 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കുന്ന ആളാണെങ്കിൽ, എത്ര ലിറ്ററാണോ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടോയ്ലറ്റ് പോകേണ്ടി വരും. മഴക്കാലത്താണെങ്കിൽ എസ്പെഷ്യലി കൂടുതൽ തവണ നിങ്ങൾ ടോയ്ലറ്റ് പോകേണ്ടി വരും. അപ്പോൾ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ നിങ്ങൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അതേപടി പാൻറ്റീസ് എടുത്തിടുവാണെങ്കിൽ എന്തായാലും അവിടെ ഇറിറ്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ഇറിറ്റേഷൻ വരുമ്പം ഡാർക്ക്നെസ് ആവും, അതായത് ഡ്രൈ ആവുകയും, പിന്നെ എന്താ പറയുക, അവിടെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുന്ന സമയത്ത് ഇറിറ്റേഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഡാർക്ക്നെസ് എന്തായാലും വരും, അതിനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. സോ അതാണ് രണ്ടാമത്തെ റീസൺ. പിന്നെ പറയും നമ്മുടെ വെജൈന ഉണ്ടാകുന്ന pH ലെവൽ ചേഞ്ച് ആവുന്നതാണ്. നമ്മുടെ വെജൈനയിൽ pH ലെവലുണ്ട്, നമുക്ക് വെജൈനയിൽ ഒരു pH ലെവലുണ്ട്. സോ ആ pH ലെവൽ ചേഞ്ച് ആയി കഴിഞ്ഞാൽ, അസിഡിക് ആയി കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്തായാലും, എന്തൊരു ശല്യം ഇത്. ഓക്കെ, നമ്മുടെ വെജൈനയിൽ pH ലെവൽ ചേഞ്ച് ആയി കഴിഞ്ഞാൽ എന്തായാലും ഡെഫിനറ്റായിട്ട് അവിടെ എന്താ പറയുക, നമുക്ക് ഓർഡർ വരും, ബാഡ് ഓർഡർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അസിഡിക് ഇൻ ദ സെൻസ് എന്താ പറയുക, നിങ്ങൾക്ക് നമ്മുടെ ബാഡ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്മെൽസുകളുണ്ട്. ചില ആൾക്കാർക്ക് ഫിഷി ആയിട്ടുള്ള സ്മെല്ലായിരിക്കും, ചില ആൾക്കാർക്ക് സോർ ബ്രെഡ്, അതായത് പുളിപ്പുള്ള ബ്രെഡ് ഉണ്ടല്ലോ, നമ്മൾ ബ്രെഡ് പുളിച്ച് കഴിഞ്ഞാൽ, അതായത് പൂപ്പലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സ്മെല്ലുണ്ടാകും. പിന്നെ മെറ്റാലിൻ്റെ അല്ലെങ്കിൽ കോപ്പർ ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ടാകും. നമ്മുടെ മെൻസസ് ആവുന്ന സമയത്ത് ബ്ലഡിൻ്റെ കൂടെ അയേണും കൂടി ഡിസ്ചാർജ് ആകും. അപ്പോൾ അതുകൊണ്ടൊരു മെറ്റാലിക് സ്മെല്ലുണ്ടാവും നമ്മുടെ വെജൈനയിൽ. അപ്പോൾ അത് ഒരു മെറ്റലിൻ്റെ ഒരു സ്മെല്ലായിട്ട് വരുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസിഡിറ്റി കൂടുന്നത് മെയിനായിട്ടും ഇതുപോലെ നമ്മുടെ വെജൈനയിൽ വരുന്ന pH ലെവൽ ചേഞ്ച് ആവുന്നത് മൂലമാണ്. അപ്പം നിങ്ങൾ ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ബാഡായിട്ടുള്ള ഓർഡർ അല്ലെങ്കിൽ സ്മെല്ല് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ സമീപിക്കുന്നതാവുന്നതാണ്. നിങ്ങൾക്ക് സ്വയമേ തിരിച്ചറിയാൻ പറ്റുന്നില്ല അതിൻ്റെ കോഴ്സ് എന്താണെന്ന്, അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് ആ ഒരു സ്മെല്ലും കാര്യങ്ങളും നിൽക്കുന്നു, ഇറിറ്റേഷൻ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ എന്തായാലും അതിൻ്റെ കാരണം പറയും. നിങ്ങൾക്ക് മെഡിക്കേഷൻ എടുക്കണമെങ്കിൽ മെഡിക്കേഷൻ, ടാബ്ലറ്റ് ആണെങ്കിൽ ടാബ്ലറ്റ് എന്തായാലും ഡോക്ടർ പറഞ്ഞു തരും. സോ പെട്ടെന്ന് അങ്ങനെ വരുന്നതാണെങ്കിൽ എടുക്കുക. അല്ലാതെ ഇപ്പം ഒരു ഡാർക്ക്നെസ് അവിടെ ഉള്ളതാണെങ്കിൽ ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ, ദാറ്റ്സ് നോർമൽ, എല്ലാ ആൾക്കാർക്കും അതുണ്ട് അല്ലേ. അപ്പോൾ അതങ്ങനെ ഡാർക്ക്നെസ് ആയതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അത് വെളുപ്പിക്കാൻ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ
സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്നെ സംബന്ധിച്ച് അത് കംപ്ലീറ്റ്ലി നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഡാർക്ക്നെസ് ഒരിക്കലും ഒരു പ്രശ്നമല്ല. നമ്മുടെ ഏരിയാസ് പ്രൈവറ്റ് പാർട്സ് ആണെങ്കിലും ഡാർക്ക്നെസ് ആവുന്നത് ഒരു കുറ്റമായിട്ടോ അല്ലെങ്കിൽ അതൊരു കുറവായിട്ടോ മോശം കാര്യമായിട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്കത് അതിൻ്റെ ഒരു സ്കിൻ കോംപ്ലക്ഷൻ കുറച്ചൊന്ന് കൂട്ടണമെന്നാണ് ആഗ്രഹമുള്ളതെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. എന്തെങ്കിലും ഇപ്പം ഈ തൈര് മഞ്ഞൾപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതൊന്നും ഉള്ളിലല്ല കേട്ടോ, ദൈവത്തെ ആലോചിച്ച് ഉള്ളിലൊന്നും ആരും ചെയ്യരുത്. ഞാൻ പുറമേ ഉള്ള കാര്യമാണ് പറയുന്നത്. പുറത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി മഞ്ഞൾപ്പൊടി, കാര്യം മഞ്ഞൾപ്പൊടിയൊക്കെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളതാണല്ലോ. സോ പുറത്തുള്ള ഏരിയാസിലൊക്കെ എസ്പെഷ്യലി തൈസിൻ്റെ ഏരിയാസിലൊക്കെ നിങ്ങൾക്ക് ഡാർക്ക്നെസ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒലിവ് ഓയിൽ നല്ലതാണ്, കോക്കനട്ട് ഓയിൽ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. സോ മഞ്ഞൾപ്പൊടി തൈര് ഇതൊക്കെ വെച്ചിട്ടുള്ള മിക്സൊക്കെ ആക്കി പിന്നെ പ്രിപ്പയർ ചെയ്ത് അവിടെ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് അതങ്ങനെ സൈഡ് എഫക്റ്റ് ഒന്നും കോസ് ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതുപോലുള്ള പൊടിക്കൈകളൊക്കെ ചെയ്യുക. അരിപ്പൊടി പാൽപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ആഴ്ചയിൽ 2 വട്ടമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാവും. അത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ചെയ്യണമെന്ന്. ബിക്കോസ് നിങ്ങൾക്ക് അത് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വിടൂ. കാര്യം ഡാർക്ക്നെസ് ആയതുകൊണ്ട് ഇപ്പം ഫോർ മീ പേഴ്സണലി അതൊരു കുഴപ്പമുള്ളൊരു കാര്യമല്ല. എല്ലാ ആൾക്കാരും വെച്ച് നോക്കുമ്പോൾ ഡിപ്പെൻഡ് ആയിരിക്കും. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇസ് യുണീക്ക്. അവരുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ്, അവരുടെ ഫുഡ് സ്റ്റൈൽ, ഫുഡ് ഹൈജീൻ, അതുപോലെ തന്നെ അവരുടെ വേറെ ഹൈജീൻ, ടോട്ടൽ ഹൈജീൻ ഉണ്ടാവുമല്ലോ. അവർ കുളിക്കുന്നത് കാര്യങ്ങളും അതുപോലെ കഴിക്കുന്ന ഭക്ഷണം, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ വെജൈനയിലുള്ളൊരു ഓർഡർ സ്മെൽ എന്നൊക്കെ പറയണത്. സോ നമ്മളിപ്പം നല്ല ഫുഡ്സ്, അധികം ജങ്ക് ഫുഡ്സ്, മീറ്റ് ഫിഷ് അതുപോലുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ, പ്രോസസ്ഡ് ഫുഡ്സ് ലൈക്ക് മീറ്റ് ഫിഷ് ഒക്കെ കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ബാഡ് സ്മെൽ വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് ഞാൻ എവിടെയും വായിച്ചിട്ടുണ്ട്. ബട്ട് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ബട്ട് അധികം ഇങ്ങനെ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ്സൊക്കെ കഴിക്കുന്നത് എന്തായാലും അത്ര നല്ലതാണെന്ന് തോന്നുന്നത്. നമ്മുടെ ബോഡിക്കാണെങ്കിലും നല്ലതല്ലല്ലോ. നമ്മളെ ബോഡിയിലേക്ക് നമ്മൾ മോശം സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും പുറത്തോട്ടേക്ക് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും അതുപോലെയുള്ളതായിരിക്കും. സോ നല്ല നല്ല ഫുഡ്സുകൾ നിങ്ങൾ കഴിക്കാൻ നോക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എല്ലാ വീഡിയോയിലും എല്ലാ ആൾക്കാരും പറയുന്നതാണ് വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേറ്റ് ചെയ്യുക. വെള്ളം കുടിച്ചാൽ തന്നെ ഒരു പകുതി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക അടിപൊളിയായിട്ടിരിക്കും. ഇപ്പം എന്ത് നിങ്ങൾക്ക് റീസൺ ഉണ്ടെങ്കിലും എന്ത് കുഴപ്പമാണെങ്കിലും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ഭേദം ഉണ്ടാവും. അപ്പോൾ നല്ലോണം വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ വാട്ടർ ഇൻടേക്ക്, നിങ്ങളുടെ ബോഡി വെയ്റ്റിനനുസരിച്ചുള്ള വെള്ളം നിങ്ങൾ കുടിക്കുക. 2 ആണെങ്കിൽ 2, 2.5 ആണെങ്കിൽ 2. ഓരോ ആൾക്കാർക്കും ബോഡി വെയ്റ്റ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. സോ വെള്ളം നല്ലോണം കുടിക്കുക, ഡീഹൈഡ്രേറ്റ് ആവുക. സോ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ നല്ല ഫുഡ് കഴിക്കുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആൻഡ് മുട്ടയാണേലും ചിക്കനാണേലും കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ടായാൽ മതി. മീൻസ് ഒരുപാട് കഴിക്കാതെ നിങ്ങൾക്ക് വേണ്ടത് എത്രയാണോ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോട്ടീൻ എത്ര നിങ്ങൾക്ക് വേണം അത് നിങ്ങൾ ഫൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് നിങ്ങൾ കഴിക്കുക, ഇൻടേക്ക് ചെയ്യുക. സോ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫുഡ്, നല്ല ഹൈജീൻ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ബാഡ് ഓർഡർ ഉണ്ടാവേണ്ടത് തടയാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് പേഴ്സണലി എനിക്ക് വർക്ക് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് അറിയുന്ന എൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. സോ നല്ല ഹൈജീൻ കൊണ്ടുവരാൻ നിങ്ങൾ എന്താ പറയുക, ഡെയിലി കുളിക്കുക, പ്രൈവറ്റ് പാർട്സൊക്കെ നല്ല വൃത്തിയാക്കി വെക്കുക. പിന്നെ ഉള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൂസായിട്ടുള്ള ക്ലോത്ത്സ് വെയർ ചെയ്യുക. ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റീസൊക്കെ ഒഴിവാക്കിയിട്ട് ആൻഡ് നിങ്ങൾ ലൂസായിട്ടുള്ള കോട്ടൺ ക്ലോത്ത്സ് വെയർ ചെയ്യുക. ഒരുപാട് ലൂസായിട്ടുള്ളതല്ല, ബട്ട് നിങ്ങൾക്ക് അധികം ടൈറ്റും അല്ല അധികം ലൂസും അല്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പാൻറ്റീസ് വെയർ ചെയ്യുക, പ്രോപ്പർ സൈസിലുള്ളത്. ഒരുപാട് ലൂസ് അല്ലാത്ത നിങ്ങൾക്ക് പറ്റിയ ആപ്റ്റ് സൈസിലുള്ള പാൻറ്റീസ് വെയർ ചെയ്യുക. പിന്നെ കഴിയുന്നത് കോട്ടൺ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ വേറെ മറ്റേ ടൈപ്പ് ഉണ്ടാവുമല്ലോ, ഐ ഡോണ്ട് നോ ലൈക്ക് അത് എങ്ങനത്തെ ടൈപ്പാണ്. സോ അങ്ങനത്തെ ഈ എന്താ പറയുക ഈ ബനിയൻ ക്ലോത്ത് ടൈപ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാകും. സോ ആ ടൈപ്പൊക്കെ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് നമ്മുടെ ബോഡിക്ക് ബ്രീത്ത് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത് കോട്ടൺ ടൈപ്പ് ആയിട്ടുള്ള പാൻറ്റീസാണ്. സോ കോട്ടൺ ആയിട്ടുള്ളത് വെയർ ചെയ്യാം ആൻഡ് ഡെയിലി വാഷ് ചെയ്യുക. പാൻറ്റീസൊക്കെ ഡെയിലി നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഉണക്കിയെടുക്കുക. സൂര്യൻ്റെ വെളിച്ചത്തിലിട്ടിട്ട് വെയിലത്തിട്ടിട്ട് എന്ത് ചെയ്യുക, നല്ലോണം ഉണക്കിയെടുക്കുക. പിന്നെ ഇപ്പോൾ ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിൽ അയൺ ചെയ്യുന്നതും നല്ലതാണ്. ചൂടുവെള്ളത്തിൽ കഴുകുന്നതും നല്ലതാണ്. ഡെറ്റോളൊക്കെ ഇട്ട് കഴുകുന്നതൊക്കെ വളരെ നല്ലതാണ്. ഗുഡ് ഹൈജീൻ്റെ പ്രാക്ടീസാണ്. ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വീക്കിലി എങ്കിലും ചെയ്യാം. സോ ഇത്തരത്തിലുള്ള നല്ല ഗുഡ് ഹൈജീൻ പ്രാക്ടീസ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അതുവഴി എന്തായാലും ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും ഇത്തരത്തിലുള്ള ബാഡ് സ്മെൽ. പിന്നെ ഇറിറ്റേഷൻ വരാനുള്ള കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ടൈറ്റായിട്ടുള്ള ജഗീൻസ് അല്ലെങ്കിൽ ജീൻസ്, ടൈറ്റ് ക്ലോത്ത്സ് വെയർ ചെയ്യുന്നതൊക്കെയാണ്. മെയിനായിട്ട് നിങ്ങളുടെ അടിയിലോട്ടേക്ക് ഇടുന്ന ഉണ്ടാവുമല്ലോ, അപ്പം അത് പാൻസൊക്കെ ആണെങ്കിൽ മെയിനായിട്ട് കഴിയുന്നത് നിങ്ങൾ
ടൈറ്റുള്ളത് നിങ്ങൾ ഇട്ടോളൂ, കുഴപ്പമില്ല. ബട്ട് അത് എപ്പോഴും ഇടുന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കഴിയുന്നത് ലൂസായിട്ടുള്ള ഡ്രസ്സ് വെയർ ചെയ്യാനായിട്ട് നോക്കുക. പാൻസൊക്കെ ആണെങ്കിൽ നിങ്ങൾ വെയർ ചെയ്യുന്നെങ്കിൽ. ആൻഡ് ഇറിറ്റേഷൻ വരാനുള്ള വേറൊരു റീസൺ, ഇൻ്റർകോഴ്സിൻ്റെ സമയത്തൊക്കെ ഇറിറ്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പാഡ് യൂസ് ചെയ്യുന്നവർക്ക് ഇറിറ്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യുന്നവർക്കും ചിലപ്പം ചില ടൈമിലൊക്കെ ഇറിറ്റേഷൻ വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. സോ അങ്ങനെ ഇറിറ്റേഷൻ കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഉപ്പിട്ട വെള്ളം, മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ആര്യവേപ്പിലിൻ്റെ വെള്ളമൊക്കെ നല്ലതാണ്. സോ അതൊക്കെ ട്രൈ ചെയ്യുക. ഉപ്പിട്ട വെള്ളമോ ആര്യവേപ്പിലയോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളമൊക്കെ നല്ലതായിരിക്കും ഇറിറ്റേഷനുള്ള സമയത്ത്. അത് കൂടുതലാണെങ്കിൽ, ഇപ്പോൾ കുറേ ദിവസം അത് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ആൻഡ് സീ എ ഡോക്ടർ, കൺസൾട്ട് എ ഡോക്ടർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം. അത് ഇപ്പോൾ എൻ്റെ കേസിൽ നിൽക്കുന്ന കാര്യമില്ല, ഞാനീ പറഞ്ഞതൊന്നും ചെയ്തിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. സോ എന്തായാലും ഡോക്ടറെ പോയിട്ട് കാണിക്കാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തരും ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ പിന്നെന്താ, ഇറ്റ്സിനെസ്സും ഇറിറ്റേഷൻ എന്താ റീസൺ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഡാർക്ക്നെസ്സിൻ്റെതും. ഡാർക്ക്നെസ് എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ, അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല. അത് നമ്മുടെ സ്കിന്നിന്, എല്ലാവരുടെയും സ്കിന്നിന് ഒരു നിറം അത് പറഞ്ഞിട്ടുണ്ട്. നാച്ചുറലി നമുക്കൊരു കളറുണ്ട്, അത് നമ്മൾ ഒരുപാട് കൂട്ടേണ്ട ആവശ്യമില്ല. ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ലൈക്ക് ഈ വെജൈനൽ ഏരിയയിലേക്ക് സോപ്പ് വെള്ളം ഉപയോഗിക്കുക. അതൊരു എന്താ പറയുക, നാച്ചുറലി ക്ലെൻസ് ചെയ്യുന്നൊരു ഓർഗനാണ്. അത് ഇറ്റ് സെൽഫ് ക്ലെൻസിങ് ഓർഗനാണ്. അത് നമ്മളായിട്ട് ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. പുറമേ ഉള്ള ഭാഗം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്ലീൻ ചെയ്താൽ മതി. ഓക്കെ, അല്ലാണ്ട് ഉള്ളിലേക്ക് നമ്മൾ സോപ്പിട്ട വെള്ളമൊന്നും കഴുകേണ്ട ആവശ്യമില്ല. മൈൽഡായിട്ടുള്ള സോപ്സ് ഉപയോഗിക്കുക. ഭയങ്കര ഹാർഷായിട്ടുള്ള പതയെന്നുള്ള സാധനങ്ങൾ ഉപയോഗിക്കാണ്ട്, പതയെന്നുള്ള സോപ്പ് ഉപയോഗിക്കാണ്ട് മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വി വാഷ്, മെഡി വാഷ് പോലുള്ള ഇൻറ്റിമേറ്റ് വാഷസ് കിട്ടും. പക്ഷെ അത് ഡോക്ടറോട് ചോദിച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാര്യം വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, ആവശ്യമുള്ള ആൾക്കാർ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ അപ്പോൾ അത് നോക്കിയിട്ട് യൂസ് ചെയ്യുക. ഇൻറ്റിമേറ്റ് വാഷ് നല്ലതാണ്, ബട്ട് ഡോക്ടറുടെ സജഷൻസോടെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങളുടെ ഹൈജീൻ പ്രാക്ടീസാണ്. ഹൈജീൻ പ്രാക്ടീസ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബാഡ് ഓർഡർ, ഇറിറ്റേഷനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. ആൻഡ് വെജൈനോസ്മസിസ്, അതുപോലെ തന്നെ പല അസുഖങ്ങളുണ്ട്. അതായത് ബാക്ടീരിയൽ ഡിസ്ചാർജ് വഴി, അതിപ്പോൾ എന്തെങ്കിലും ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഈസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം വെജൈനൽ ഡിസ്ചാർജസ് വരും. വൈറ്റിഷ് ആയിട്ടുള്ള, ഗ്രേയിഷ് ആയിട്ടുള്ള ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ ചിലർക്ക് ചിലപ്പോൾ വരുന്നുണ്ടാകാം. സോ അത്തരത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി പോയിട്ടൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള ഓർഡറോട് കൂടിയ ഒരു വെജൈനൽ ഡിസ്ചാർജ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ, വൈറ്റിഷ് കളറുള്ള അല്ലെങ്കിൽ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു മ്യൂക്കസ് പോലെയൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു വൈറ്റിഷ് ഡിസ്ചാർജ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, വെജൈനൽ ഡിസ്ചാർജ് നിങ്ങൾ കാണാനിടയുണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോയി ഡോക്ടറെ കാണിക്കുക. ഡോക്ടർക്ക് മാത്രം അത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓർഡറാണ് അതെന്ന് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. നമ്മളിപ്പം യൂട്യൂബിലും അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിക്കുന്ന പോയിൻറ്റ്സ് ആയിരിക്കും ഇത് എത്രത്തോളം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രോപ്പർ റീസൺ എന്താണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് ഡോക്ടറെ പോയി കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരാം. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ ഇനി വലിച്ചു നീട്ടുന്നില്ല. സോ കുറച്ചൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എസ്പെഷ്യലി ഈ ക്വസ്റ്റ്യൻ ഇട്ട കുട്ടിക്ക് കുറച്ചെങ്കിലും പോയിൻറ്റ്സൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ. നല്ലോണം വെള്ളം കുടിക്കുക ആൻഡ് ഗുഡ് ഹൈജീൻ പ്രാക്ടീസ്. ഇപ്പോൾ എന്തെങ്കിലും വിധത്തിലുള്ള ചൊറിച്ചിലോ വേദനയോ അല്ലെങ്കിൽ ബേണിങ് സെൻസേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ വേഗം തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക. പിന്നെ സ്കിൻ ലൈറ്റനിങ് ചെയ്യാനാണെങ്കിൽ കെമിക്കൽ പീൽ, ലേസർ ട്രീറ്റ്മെൻറ്റ്, വെജൈനൽ ലൈറ്റനിങ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തതാവും നല്ലത്. പേഴ്സണലി ഞാൻ അതിന് സപ്പോർട്ടിങ് അല്ല. ബിക്കോസ് അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യുള്ളൂ. കുറച്ച് നേരത്തേക്ക് നമ്മുടെ സ്കിൻ വെളുപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. നമ്മൾ എന്താ പറയുക, നമ്മുടെ ബോഡിക്ക് എന്താണോ നല്ലത് വേണ്ടത് അത് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യണം. അതാണ് ഏറ്റവും ബെസ്റ്റ്. നല്ല ഫുഡ് കഴിക്കുക, നല്ല വെള്ളം കുടിക്കുക. ഇപ്പം സ്പോർട്സിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വേർപ്പോട് കൂടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അപ്പം തന്നെ ഒഴിവാക്കുക. അപ്പം തന്നെ നിങ്ങൾ ബാത്ത് ചെയ്യുക, അതായത് കുളിക്കുക. സ്വെറ്റി ആയിട്ടുള്ള പാൻറ്റീസ് കാര്യങ്ങളൊക്കെ നിങ്ങളപ്പം തന്നെ അവോയ്ഡ് ചെയ്ത് പുതിയ ക്ലോത്ത്സ് വെയർ ചെയ്യണം. അതായത് നല്ല വൃത്തിയായിട്ടുള്ള പാൻറ്റീസ് വെയർ ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അടുത്ത ഒരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ ഏതെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ റിസർച്ച് ചെയ്ത്
വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഇത്രയുള്ള വീഡിയോ. എന്നത്തെയും പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക മൈ ചാനൽ. ടാറ്റാ, ബൈ ബൈ.